പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അതിനെ ആസ്പദമായി പുറത്തിറങ്ങിയ പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനവും കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിനെതിരെ CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വം നൽകിയ പരാതിയും തുടർന്നുണ്ടായ പോലീസ് നടപടിയും കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിവാദം എന്നതിലുപരി കേരളത്തിലെ രാഷ്ട്രീയ ധാർമ്മികതയും അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ കൂടി തുടക്കമിട്ടിരിക്കുകയാണ്. ഒരു പാരഡി ഗാനത്തിന്റെ പേരിൽ സൈബർ പോലീസ് കേസെടുത്ത നടപടി രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പാരഡി ഗാനങ്ങളെയും രാഷ്ട്രീയ പരിഹാസങ്ങളെയും അസഹിഷ്ണുതയോടെ നേരിടുന്നത് ജനാധിപത്യ കേരളത്തിന് അത്ര പരിചിതമായ കാഴ്ചയൊന്നുമല്ല. ഈ വിവാദത്തിന്റെ കാതൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ്. ഈ കേസിൽ CPMന്റെ സജീവ പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യം കൂടിയാണ്. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ 2 CPM നേതാക്കൾ അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ചെയ്യുകയാണ്. സാധാരണഗതിയിൽ അച്ചടക്കത്തിന് മുൻഗണന നൽകുന്ന പാർട്ടിയാണ് CPM എന്ന് പറയുമ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളോ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളോ ഇത്തരം ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പെട്ടാൽ ഉടനടി സസ്പെൻഷനോ പുറത്താക്കലോ ഉണ്ടാകാറുമുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾക്കെതിരെ മാസങ്ങൾ കഴിഞ്ഞിട്ടും പാർട്ടി യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസ് തങ്ങളുടെ നേതാക്കൾക്കെതിരെ സമാന സാഹചര്യത്തിൽ നടപടിയെടുത്ത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഈ ഇരട്ടത്താപ്പിനെ ജനമധ്യത്തിൽ തുറന്നു കാട്ടുകയും ചെയ്യുന്നുണ്ട്. നേതാക്കളെ സംരക്ഷിക്കുന്ന CPM നിലപാടാണ് യഥാർത്ഥത്തിൽ ഇത്തരം പാരഡി ഗാനങ്ങളുടെ ജനപ്രീതിക്ക് വളമായി മാറിയതെന്ന് കൂടി CPM മനസ്സിലാക്കണം. വിവാദത്തിന്റെ മുന നീളുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ആഭ്യന്തര വകുപ്പിലേക്കുമാണ്. കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ട് എന്നത് ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ്. പോലീസ് ആസ്ഥാനത്ത് നേരിട്ടെത്തി ADGP പൊന്നാട അണിയിക്കാൻ ഒരു പ്രതിക്ക് ധൈര്യം ലഭിക്കുന്നത് ഭരണതലത്തിലുള്ള സ്വാധീനം മൂലമാണെന്ന് വ്യക്തം കൂടിയാണ്. മാത്രമല്ല, ബാംഗ്ലൂരിലെ ഒരു ജ്വല്ലറി ശബരിമലയിലെ പോലീസിനായി ഒരു ആംബുലൻസ് നൽകിയ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി വേദി പങ്കിട്ടത് വലിയ വിവാദവുമായിരുന്നു. ആഭ്യന്തര വകുപ്പിന് സ്വന്തമായി ആംബുലൻസ് വാങ്ങാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ ഈ പ്രതി ഇടനിലക്കാരനാക്കി ജ്വല്ലറിയിൽ നിന്നും സഹായം സ്വീകരിച്ചതെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാരിന് നാളിതുവരെ സാധിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കീഴിലുള്ള പോലീസ് സംവിധാനത്തെ പരാജയമാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. പാരഡി ഗാനത്തിനെതിരെ കേസെടുത്ത സൈബർ പോലീസിന്റെ നടപടിയിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. മുമ്പ് ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്താൻ ശ്രമിച്ച രഹന ഫാത്തിമ പോലുള്ളവർക്ക് സുരക്ഷ ഒരുക്കിയ അതേ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ പാട്ടിന്റെ പേരിൽ വിശ്വാസ വികാരം വ്രണപ്പെടുത്തുന്നത് എന്ന് പറയുന്നതും. ഇത് പോലീസിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു രാഷ്ട്രീയ വിമർശനത്തെ മതപരത്തിന്റെ അല്ലെങ്കിൽ മതപരമായ വികാരപരമായും കൂട്ടിക്കെട്ടിക്കാൻ ശ്രമിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്ന ആരോപണം ശക്തമാവുകയാണ്. കേരളത്തിൽ പാരഡി ഗാനങ്ങൾക്ക് വലിയ ചരിത്രമുണ്ട്. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്നത്തെ ഇടതുപക്ഷ മുന്നണി അദ്ദേഹത്തിനെതിരെയും UDF സർക്കാരിനെതിരെയും രൂക്ഷമായ പാരഡി ഗാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്നിട്ടുണ്ട്. പണ്ട് CPM തന്നെ പ്രചരിപ്പിച്ച പാട്ടുകളിൽ പലതും ഭരണാധികാരികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് പോലുമായിരുന്നു. എന്നാൽ അന്ന് കരുണാകരനോ UDF സർക്കാരോ പോലീസിനെ വിട്ട് ഇത്തരം പാട്ടുകൾ പരിശോധിക്കാനോ അല്ലെങ്കിൽ കേസെടുക്കാനോ നിരോധിക്കാനോ ശ്രമിച്ചിട്ടില്ല. ജനാധിപത്യപരമായ സഹിഷ്ണുതയോടെ ആ കാലത്ത് നിന്നും CPM ഇന്ന് അസഹിഷ്ണുതയുടെ പാതയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് ആശങ്കാജനകം കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ പാരഡി ഗാനം സൃഷ്ടിച്ച ഓളം ചെറുതൊന്നുമല്ല. ഗ്രാമപ്രദേശങ്ങളിൽ പോലും സ്വർണ്ണക്കൊള്ള വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ഇതിനെ നിയമപരമായി നേരിടാൻ CPM തീരുമാനിച്ചത് വലിയ മണ്ടത്തരമാണെന്ന് ജനങ്ങളെല്ലാം കരുതുന്നുമുണ്ട്. കാരണം കേസെടുത്തതോടെ ഈ പാട്ട് കേൾക്കാത്തവർ പോലും അത് തിരഞ്ഞുപിടിച്ച് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഒരു പാട്ടിനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ സമാനമായ 10ഓളം പാട്ടുകൾ കൂടി ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വരികയും ചെയ്യും. സർക്കാരിനെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദമാക്കാൻ പോലീസ് സംവിധാനത്തെ ഉപയോഗിക്കുന്നു എന്ന പ്രതിച്ഛായ ജനങ്ങൾക്കിടയിൽ ശക്തിപ്പെടുകയും ചെയ്യും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം പ്രതിപക്ഷം വലിയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ CPM തിരിച്ചറിയേണ്ടതുണ്ട്. ശബരിമല വിഷയം മുൻനിർത്തി വോട്ട് ബാങ്ക് ഏകീകരിക്കാനുള്ള ശ്രമമാണ് രാജു എബ്രഹാമിലൂടെ CPM ലക്ഷ്യമിടുന്നത്. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ സ്വന്തം നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ ആ വിഷയത്തെ വഴിതിരിച്ചു വിടാൻ നടത്തുന്ന ഈ നീക്കം പാളിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയുമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ട നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാതെ വിശ്വാസികളെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഫലിക്കില്ല എന്നുകൂടി CPM ഇനിയെങ്കിലും മനസ്സിലാക്കണം. സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം മന്ദഗതിയിലാകുന്നതും പ്രതികൾക്ക് ലഭിക്കുന്ന VIP പരിഗണനയും പോലീസിന്റെ വിശ്വാസ്യത തകർക്കുന്നത് കൂടിയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു പാരഡി ഗാനത്തിനെതിരെ മാത്രം പോലീസ് തിടുക്കത്തിൽ കേസെടുത്തത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെന്നതും വ്യക്തം കൂടിയാണ്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി ഇത്തരം വർഗീയ വിശ്വാസ കാർഡുകൾ ഇറക്കുന്നത് ഇടതുപക്ഷത്തിന് ചേർന്നതല്ല എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. CPMന്റെ ഈ വീഴ്ചകളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFും BJPയും ഒരുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുമായി ബന്ധം പുലർത്തുന്നതിനാൽ നടപടികൾ വൈകുന്നു എന്ന സന്ദേശമാണ് സാധാരണക്കാർക്കിടയിൽ എത്തിയിരിക്കുന്നത്. ഇത് തിരുത്താൻ നടപടിയെടുക്കുന്നതിന് പകരം വിമർശകരെ ജയിലിലടക്കാൻ ശ്രമിക്കുന്നത്
വിപരീത ഫലമേ ഉണ്ടാവുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പാരഡി ഗാനത്തിന് പിന്നാലെ പോകുന്നതിന് പകരം ആഭ്യന്തര വകുപ്പിലെയും പാർട്ടിയിലെയും പുഴുക്കുത്തുകൾ മാറ്റാനാണ് CPM ശ്രമിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഈ ഗാനം ഒരു വലിയ രാഷ്ട്രീയ സുനാമിയായി മാറി വരുന്ന ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർണ്ണ തുടർച്ച എന്ന സ്വപ്നത്തെ തകർക്കാൻ പോലും ശേഷിയുള്ളത് കൂടിയാകും. ഇവിടെ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇതേ രീതിയിലാണ് CPM മുന്നോട്ട് പോകുന്നതെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊട്ടിപ്പാളീസാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധികാരം ഉപയോഗിച്ച് കലയെയും അതുപോലെ വിമർശനങ്ങളെയും അടിച്ചമർത്താൻ നോക്കിയപ്പോഴെല്ലാം അത് കൂടുതൽ ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഈ സത്യം CPM നേതൃത്വം എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് മാത്രമേ അവർക്ക് ജനവിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇനിയെങ്കിലും ശക്തമായ നടപടി സ്വീകരിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ സർക്കാരിന് ബാധ്യതയുമുണ്ട്. പാരഡി ഗാനങ്ങൾ ഉണ്ടാകുന്നത് ഭരണകൂടത്തിന്റെ വീഴ്ചകളിൽ നിന്നാണ്. അതിനാൽ ആ വീഴ്ചകൾ തിരുത്തുകയാണ് ശരിയായ വഴി, അല്ലാതെ ആ വീഴ്ചകളെ മൂടി വയ്ക്കുക അല്ല. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇത്തരം പാരഡി ഗാനങ്ങൾ കേവലം വിനോദോപാധികൾ മാത്രമല്ലെന്നതും കാണാൻ സാധിക്കും. അവ അധികാരത്തിന്റെ അനാചാരങ്ങൾക്കെതിരെയുള്ള സാധാരണക്കാരന്റെ മൂർച്ചയുള്ള ആയുധങ്ങൾ കൂടിയാണ്. പോറ്റിയെ കയറ്റി എന്ന ഗാനം സൃഷ്ടിക്കപ്പെട്ട സാഹചര്യം പരിശോധിച്ചാൽ അത് ശബരിമലയിലെ ആചാരങ്ങളെയോ വിശ്വാസങ്ങളെയോ മുറിപ്പെടുത്താനുള്ളതല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. മറിച്ച് ആ വിശ്വാസത്തിന്റെ മറവിൽ നടന്ന പകൽ കൊള്ളയെ തുറന്നു കൊട്ടാനാണ് ശ്രമിച്ചതെന്നതും വ്യക്തമാവുകയും ചെയ്യും. സ്വർണ്ണക്കൊള്ള കേസിൽ CPM പ്രതിക്കൂട്ടിലായതോടെ ആ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ പാർട്ടിയും ഭരണകൂടവും മതവികാരമെന്ന ആയുധം ഉപയോഗിക്കുന്നു എന്നത് വിരോധാഭാസം കൂടിയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വാചാലരാകുന്ന ഒരു പാർട്ടി തന്നെ ഒരു പാട്ടിൻ്റെ പേരിൽ പോലീസ് രംഗത്തിറക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വം കൂടിയാണ്. സൈബർ പോലീസിനെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ഭീഷണി കൂടിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുമായുള്ള ബന്ധം ഇതിനകം തന്നെ ചർച്ചയായിട്ടുള്ളത് കൂടിയാണ്. പാരഡി ഗാനത്തിനെതിരെ നടപടിയെടുക്കാൻ കാണിക്കുന്ന ആവേശം എന്തുകൊണ്ട് യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിലും അവർക്കെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുന്നതിലും കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യം ശക്തമായി പാർട്ടി തലത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്, ജനങ്ങൾക്കിടയിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും പിണറായി വിജയനും അതുപോലെ MP ഗോവിന്ദൻ അടക്കമുള്ളവർ മൗനം പാലിക്കുകയും ന്യായീകരിക്കുകയുമാണ് ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ശക്തി എക്കാലത്തും അവരുടെ ആശയപരമായ അടിത്തറയും രാഷ്ട്രീയപരമായ സഹിഷ്ണുതയുമായിരുന്നു. എന്നാൽ സമീപകാലത്തായി ഈ സഹിഷ്ണുതയ്ക്ക് പകരം അല്ലെങ്കിൽ സഹിഷ്ണുതയ്ക്ക് കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുമുണ്ട്. വിമർശിക്കുന്നവരെ നിശബ്ദമാക്കാൻ അധികാരവും പോലീസും ഉപയോഗിക്കുന്നത് വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ചേർന്നതല്ല എന്ന് CPM നേതാക്കൾ മനസ്സിലാക്കേണ്ടത് കൂടിയാണ്. കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഇത്തരം നീക്കങ്ങളെ വെറുപ്പോടെയാണ് കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിക്ക് പ്രധാന കാരണം ഇത്തരം അധികാര ദുർവിനിയോഗങ്ങളും അഴിമതികളുമാണെന്ന് CPM തിരിച്ചറിയേണ്ടതുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതിലൂടെ പാർട്ടിക്ക് നഷ്ടപ്പെടുന്നത് അതിന്റെ വിശ്വാസ്യത കൂടിയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാരഡി ഗാനത്തെയും അതുപോലെ അതിനെതിരെയുള്ള പോലീസ് കേസുകളെയും ഭരണകൂട ഭീകരതയുടെ ഉദാഹരണമായി ഉയർത്തിക്കാട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വർണ്ണക്കൊള്ളയിലെ അഴിമതി കഥകൾ പാട്ടിലൂടെ ജനങ്ങളിലേക്ക് ഉറച്ചു കഴിഞ്ഞു. ഒരു പാട്ടിനെ നിരോധിച്ചുകൊണ്ട് ആ പാട്ട് ഉയർത്തുന്ന സത്യങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല എന്ന് CPM എന്നാണ് മനസ്സിലാക്കുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സാധാരണക്കാർ പോലും ചോദിച്ചു വെക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ഒരു വാർത്തയോ പാട്ടോ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അസാധ്യമായ കാര്യം കൂടിയാണെന്ന് CPM മനസ്സിലാക്കണം. പാരഡി ഗാനത്തിനെതിരെയുള്ള ഓരോ കേസും ആ ഗാനത്തിന് കൂടുതൽ കാഴ്ചക്കാരെയും ശ്രോതാക്കളെയും ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതാണ് വാസ്തവം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേര് ഉയർന്നു കേൾക്കുന്നത് ഗൗരവകരം കൂടിയാണ്. ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിന്റെ ഇടപെടലുകളും ഇതിനകം തന്നെ വിമർശനങ്ങൾക്ക് വിധേയവും കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള പ്രതികൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഭക്തലക്ഷങ്ങളെ പ്രകോപിപ്പിക്കുന്നുമുണ്ട്. ഈ പ്രകോപനമാണ് പാരഡി ഗാനത്തിലൂടെ പുറത്തു വന്നതും. ഇതിനെ ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തുന്നതായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് സാമാന്യ ബുദ്ധിയെ പരിഹസിക്കലാണ്. ഇവിടെ ഈ പാട്ട് പുറത്തിറങ്ങിയ ഒരിടത്തും ഒരാൾ പോലും ഈ പാട്ടെഴുതിയാളുടെ മതമോ പാട്ടുപാടിയാളുടെ മതമോ ചികഞ്ഞ് ആരും പോയിട്ടില്ല. പക്ഷേ പാട്ട് പുറത്തു വന്ന് CPM നല്ല രീതിയിൽ തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ CPM തന്നെയാണ് മതം ചികഞ്ഞ് പോയിട്ടുള്ളത്, CPM തന്നെയാണ് മതം പറഞ്ഞു പോയിട്ടുള്ളതും. അവിടെ BJP ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, BJP ചെയ്യുന്നതിനേക്കാൾ അതിക്രൂരമായി വർഗീയത പറയുന്നത് CPM ആണ്, വർഗീയ നിലപാടെടുക്കുന്നത് CPM ആണ്, മതം ചികഞ്ഞു പോയി മതദ്രവീകരണം ഉണ്ടാക്കുന്നതും CPM ആണെന്ന് CPM എന്നാണ് മനസ്സിലാക്കുക എന്നുള്ള ചോദ്യമാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. അപ്പോഴും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടും അത് വർഗീയത അല്ല എന്ന് പറയുന്ന CPMന്റെ ഈ പറഞ്ഞ നിലപാട് അത് വളരെ അടിപൊളിയാണെന്നാണ് ജനങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നത്. സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുന്നതിനാണോ അതോ കൊള്ളയെ ചോദ്യം ചെയ്യുന്നതാണോ വിശ്വാസത്തിന് നിരക്കാത്തതെന്ന് വിശ്വാസികൾക്ക് നന്നായി അറിയാം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എക്കാലത്തും പാട്ടിലൂടെയും നാടകങ്ങളിലൂടെയുമാണ് വളർന്നു വന്നിട്ടുള്ളത്. ഇന്ന് അതേ പാട്ടുകളെ അവർ ഭയപ്പെടുന്നു എന്നത് കാലത്തിൻ്റെ വലിയൊരു മാറ്റം കൂടിയാണ്. ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർക്കിടെ തന്നെ ഈ നടപടിയോടുള്ള വിയോജിപ്പ് പ്രകടം കൂടിയാണ്. ഒരു ഭക്തിഗാനത്തിന് പാരഡി എഴുതുന്നതിന് ക്രിമിനൽ കേസ് എടുക്കുന്നത് നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ നേതാക്കളെ വിമർശിക്കുന്നത് കുറ്റകരമല്ലെന്ന് സുപ്രീം കോടതിയിലെ പല വിധികളും
ഇന്നും നിലവിലുണ്ട്. എങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇത്തരം കേസുകൾ സഹായിക്കുമെന്ന CPMന്റെ കണക്കുകൂട്ടൽ തെറ്റാനാണ് എപ്പോഴും സാധ്യത. സ്വർണ്ണക്കൊള്ളയിലെ അഴിമതി പണം എവിടെ പോയി എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ പാട്ടിന്റെ ഈണത്തെക്കുറിച്ച് തർക്കിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. ഇനിയെങ്കിലും വൈകിയിട്ടില്ല. CPM നേതൃത്വം യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ട നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുകയും ചെയ്യുകയാണ് CPM യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പാരഡി ഗാനത്തിനെതിരെയുള്ള കേസുകൾ പിൻവലിച്ച് ജനാധിപത്യപരമായ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള ആർജവം സർക്കാർ കാണിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുപക്ഷത്തിന് ഇനിയൊരു തിരിച്ചടി താങ്ങാൻ കഴിയില്ല എന്നുള്ളത് CPM മനസ്സിലാക്കേണ്ടതാണ്. അതിനാൽ ഇത്തരം വിവേകശൂന്യമായ നടപടിയിൽ നിന്ന് പിന്മാറുകയാണ് രാഷ്ട്രീയ ബുദ്ധി. അഴിമതികളും സ്വജനപക്ഷപാതത്തിനുമെതിരെ കേരളം ഒന്നടങ്കം ശബ്ദമുയർത്തുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പാരഡി ഗാനത്തിന് ഇത്രയേറെ പ്രാധാന്യം ലഭിച്ചത് ഭരണകൂടത്തിന്റെ പരാജയമാണ് കാണിക്കുന്നത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ പാട്ടിലൂടെ പ്രസംഗത്തിലൂടെയൊക്കെ പ്രകടിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ചരിത്രം ഒരു കാരണവശാലും മാപ്പ് നൽകില്ല എന്നുള്ളത് CPM മനസ്സിലാക്കണം. നാൾക്ക് നാൾ അല്ലെങ്കിൽ നാഴിക്ക് 40 വട്ടം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന CPM ആണ് ഇന്നിപ്പോഴത്തെ അതേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ കേസുമായി മുന്നോട്ട് പോകുന്നതെന്ന് CPM ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ അത് CPM ഏൽക്കുന്ന ഏറ്റവും വലിയ പതനത്തിനുള്ള തുടക്കം കൂടിയായി ഇതിനെ കണക്കാക്കപ്പെടും.